ഡി എംസിൻ്റെ കളക്റ്റീവായിട്ടുള്ള എനർജിയിൽ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ കാർമിക് ലൂപ്സിലാണെന്ന് മനസ്സിലാക്കിയിട്ടും ആ ഒരു സ്റ്റാഗ്നൻ്റ് എനർജിയിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു സർക്കിളിനെ അല്ലെങ്കിൽ ആ ഒരു റിപ്പീറ്റഡ് പാറ്റേണെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കാതെ, അതായത് മുമ്പോട്ടൊരു ക്ലാരിറ്റി ഇല്ലാതെ അവിടെയൊക്കെ എനർജി ഡ്രെയിൻ ആവുന്ന പോലെ ഡി എംസ് ഫീൽ ആയിക്കൊണ്ട്, അതായത് അവർ നിൽക്കുന്ന ആ ഒരു 3D വേൾഡിൽ എനർജി ഡ്രെയിൻ ആവുന്നത് ഫീൽ ആയിക്കൊണ്ട് ഒരു ബ്രെത്ത്ലെസ്നെസ് ഫീൽ ആവുന്ന ഒരു സമയമാണ്. അതായത് ഇവിടെ യൂണിവേഴ്സായിട്ട് എക്സ്ട്രീം ലെവലിൽ അവർക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലൂടെ ടെസ്റ്റുകളും ട്രിഗേഴ്സും കൊടുക്കുന്ന ഒരു സമയം. ശരിക്കും പറഞ്ഞാൽ അവേക്കനിങ്ങിൽ ഡി എംസിൻ്റെ അവേക്കനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ യൂണിവേഴ്സ് കൊടുക്കുന്ന ടെസ്റ്റുകളിൽ അവർക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലൂടെ ആയിരിക്കും ട്രിഗേഴ്സ് വരുന്നത്. എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ജോലിയിലൂടെ ആയിരിക്കാം, റിലേഷൻഷിപ്പിലൂടെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് അത്രയും ഒരു എനർജിയിൽ, അതായത് ഒരു ലോവർ എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ, അത്രയും ഒരു ആങ്സൈറ്റിയുടെ വക്കിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പല ഡി എഫ്സിനും അവരുടെ കൗണ്ടർ പാർട്ടിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ റിസീവ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ കൗണ്ടർ പാർട്ടിൽ നിന്നും റിസീവ് ആവുകയാണെങ്കിൽ ഡി എഫ്സ് മനസ്സിലാക്കണം അവിടെ കൂടുതലായിട്ടൊരു ഇമോഷണൽ വേയിൽ ഡി എഫ്സിൻ്റെ എനർജി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അവേക്കനിങ്ങിനായിട്ട് ഡി എംസിന് യൂണിവേഴ്സ് കൊടുക്കുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെയും ഡി എഫ്സ് ഈ ജേർണിനെ സറണ്ടർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് ഡിവൈനിൽ അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് അവരുടെ പർപ്പസുമായിട്ട് പോകുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നലെ റെക്കോർഡായ വീഡിയോയുടെ ബാലൻസ് ഭാഗം ഉണ്ടായിരുന്നത്. പക്ഷേ അതെന്തുകൊണ്ടോ റെക്കോർഡും ആയിട്ടില്ല, അപ്ലോഡും ആയിട്ടില്ല. അതിന് ക്ഷമ ചോദിക്കുന്നു. ആൻഡ് ഇത് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.